നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. പട്ടായ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തായ് സാംസ്കാരിക സംരക്ഷണത്തിനുള്ള ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ശരിക്കും പുതിയതല്ല, വർഷങ്ങളായിട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഇവിടെ ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് ഓൺ പ്രോപ്പർട്ടിയാണ്. പുള്ളിക്കാരൻ്റെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പുറത്താണ് ഇത് സ്ഥാപിച്ചത്. തായ്ലാൻഡിലെ 4 പ്രദേശങ്ങളിലെ കൗതുകരമായ പ്രാദേശിക ഹാൻഡിക്രാഫ്റ്റ്സ് മുതൽ ഫുഡ് ഐറ്റംസ് വരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ജലവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമ്മർ സീസണാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. പട്ടായയിൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിലൊന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെയാണ്. 4 റീജിയൻസ് മാർക്കറ്റ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. 2008 ആണ് ഇത് സ്ഥാപിച്ചത്. ഇത് തായ്ലാൻഡിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. മറ്റെല്ലാ സംസ്കാരങ്ങളെയും പോലെ തായ്ലാൻഡിൻ്റെ സംസ്കാരം നദികളുടെ തീരങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ആ പരമ്പരാഗത സംസ്കാരം സംരക്ഷിക്കുന്നതിനും ആ വ്യാപാര ശൈലി റീക്രിയേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തായ്ലാൻഡിലുടനീളം കാണാൻ കഴിയും. ഈ വിനോദസഞ്ചാരികളെ രസിപ്പിക്കാനായിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിൽ നിരവധി സാംസ്കാരിക പ്രകടനങ്ങൾ നടക്കുന്നു. നാടകം, നൃത്ത പ്രകടനങ്ങൾ, സംഗീതം, മാജിക് ഷോ തുടങ്ങിയവ അങ്ങും ഇങ്ങുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. രുചികരമായ പ്രാദേശിക ഭക്ഷണത്തിനും സ്ട്രീറ്റ് ഫുഡിനും പേര് കേട്ടതാണ് തായ്ലാൻഡ്. എന്നിരുന്നാലും തായ്ലാൻഡിലെ ഓരോ പ്രദേശവും അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തമായതിനാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ തായ്ലാൻഡിലെ എല്ലാ പ്രാദേശിക സ്ഥലങ്ങളിലെയും ഫുഡുകൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തെക്കൻ തായി പപ്പായ സലാഡ്, വടക്കൻ തായി ഖാവോ സോയ് കറി, സെൻട്രൽ തായി ടോം യംഗങ് പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങളാണ്. ഇവിടെ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഈ ഭക്ഷണങ്ങളൊക്കെ ഒരു സ്റ്റാളിൽ നിന്നോ ബോട്ടിൽ നിന്നോ വാങ്ങാം. മാർക്കറ്റ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ ഇത് 6 മണിക്ക് അടയ്ക്കും, ചില ദിവസങ്ങളിൽ 11 മണി വരെ പോവുകയും ചെയ്യും. തിരക്കൊഴിവാക്കാൻ അതിരാവിലെ തന്നെ ഈ മാർക്കറ്റ് സന്ദർശിക്കുന്നതാണ് ബുദ്ധി. തായ്ലാൻഡിലെ ഒരു ഏജൻസി നടത്തുന്ന ഫോട്ടോഷൂട്ട് ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. തായ്ലാൻഡും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് തായ്ലാൻഡിലെ ജീവിതം ചരക്കുകൾ കൊണ്ടുപോകാനും യാത്ര ചെയ്യാനും ഉപയോഗിച്ചിരുന്ന നദികളെ ചുറ്റിപ്പറ്റിയായിരുന്നെങ്കിലും വാസ്തവത്തിൽ അയോധ്യ എന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്ന് നദികളാൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് അത് ഇത്ര പോപ്പുലർ ആകാൻ കാരണം. 1990കളുടെ ആരംഭം വരെ റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തായ്ലാൻഡിലെ വളർച്ചയ്ക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ നിർണായകമായിരുന്നു. ഇന്ന് തായ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ പ്രധാനമായും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. എന്നാൽ അവ സന്ദർശിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തായ്ലാൻഡിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്.